കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ വ്യാജരേഖ ചമയ്ക്കൽ വകുപ്പും ഉൾപ്പെടുത്തിയെന്ന് പോലീസ് ഹൈക്കോടതിയിൽ. ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, ഈ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസാണ്. അവിടെ വ്യാജരേഖ ചമയ്ക്കൽ വകുപ്പും ഉൾപ്പെടുത്തിയെന്നാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ കോടതിയെ പോലീസ് അറിയിച്ചത്. വിവരങ്ങൾ നൽകാൻ രേഷ്മയുണ്ട്. രേഷ്മ, ഈ കേസിൽ പോലീസ് വ്യാജരേഖ ചമയ്ക്കൽ വകുപ്പും ഉൾപ്പെടുത്തിയെന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചതുമായി ബന്ധപ്പെട്ട? ലക്ഷ്മി, കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ പുതിയൊരു വകുപ്പ് ചുമത്തിയതായിട്ടാണ് ഹൈക്കോടതി മുൻപാകെ പോലീസ് അറിയിച്ചിട്ടുള്ളത്. വ്യാജരേഖ ചമയ്ക്കൽ വകുപ്പും കൂടി ഉൾപ്പെടുത്തിയെന്നാണ് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള മുഹമ്മദ് ഖാസിം നൽകിയ ഹർജിയിലാണ് പോലീസ് നിലപാട് വ്യക്തമാക്കിയത്. നേരത്തെ ഇത് സംബന്ധിച്ച് ഈ ഹർജി പരിഗണിച്ച വേളയിൽ എന്തുകൊണ്ടാണ് വ്യാജരേഖ ചമയ്ക്കൽ കുറ്റം ചുമത്താത്തത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വകുപ്പ് കൂടി ചേർത്തുവെന്ന് പോലീസ് വിശദമായിട്ട് തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പ് ആണ് എന്ന് നേരത്തെ തന്നെ പോലീസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. പോരാളി ഷാജി അടക്കമുള്ള അതിന്റെ അഡ്മിന്മാരുടെ ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചു എന്നായിരുന്നു നേരത്തെ തന്നെ കോടതിയെ പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യാജരേഖ ചമയ്ക്കൽ കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നുവെന്നാണ് പോലീസ് അറിയിച്ചത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ചത്തേക്ക് മാറ്റിയത്. ശരി.